ഈ അഭിപ്രായങ്ങൾ ഏറ്റവും കൂടുതൽ ഓപ്പണായി പറയുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതെ. ഒരാളും മറച്ചു വെക്കാൻ നിങ്ങൾക്കറിയാം. സ്വാതന്ത്ര്യമുള്ള ആ പാർട്ടിയാണ്. ഇവിടെ വിരലും പോകും സ്വാഭാവികമാണ്. പാലക്കാട് നെൽകർഷകർക്ക് പൈസ കൊടുക്കാനുള്ള കാര്യത്തിൽ പ്രതിസന്ധിയിലാണ്. ഇതെല്ലാം കൃഷിക്കാർ കാണുകയാണ്. അവർക്ക് അറിയാലോ, എന്ന് വന്നാൽ അവർക്ക് കൊടുക്കാൻ പൈസയില്ല, കൃഷിക്കാർക്ക് കൊടുക്കാൻ. മറ്റു കാര്യത്തിൽ ദൂരത്തിന് ധാരാളം പൈസ കിട്ടും. CPM-ന്റെ ഇപ്പോഴത്തെ ഒരു അപജയം എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു സംശയം ചോദിക്കുകയാണ്, ഈ തുടർഭരണമാണോ ഈ CPM-ന്റെ ഇങ്ങനെ ഒരു അപജയത്തിന് കാരണമായിട്ട് തോന്നുന്നത്? പക്ഷേ ഈ തരൂർ മണ്ഡലത്തിൽ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയും നെൽകർഷകരുണ്ട്. എല്ലാം സാധാരണ തൊഴിലാളികളും കർഷക തൊഴിലാളികളും സാധാരണക്കാരുമാണ് അവിടെ കൂടുതലുള്ളത്, ഇടത്തരക്കാരും. പക്ഷേ ആ മണ്ഡലത്തിന് ഒരു AK ബാലനെ പോലെയുള്ള ഒരു മഹത് വ്യക്തി, ഒരു ഉന്നതനായിട്ടുള്ള വ്യക്തി അവിടെ ആ മണ്ഡലം പ്രതിനിധാനം ചെയ്തിട്ട് പോലും ആ മണ്ഡലത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം, ഒരു വികസനം വന്നിട്ടുണ്ടോ എന്നാണ് എനിക്ക് DCC പ്രസിഡന്റ് എന്ന രീതിയിൽ തങ്കപ്പെട്ടൻ ചോദിക്കാറുള്ളത്. KC, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം സുമാർ ഒരു 25 അല്ലേ, ഒരു 1/4 നൂറ്റാണ്ട് വരെ നിങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള ജീവിതമാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അന്ന് നിങ്ങളിപ്പോൾ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരികയാണ്. ആ മാറ്റം എങ്ങനെ നിങ്ങൾ കാണുന്നത്? അല്ല തങ്കപ്പെട്ട, അതിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഔദ്യോഗിക ജീവിതത്തിലേക്ക് വരുന്നിട്ട് മുമ്പ് തന്നെ ഒരു ലോക്കൽ ബോഡിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. അത് 95-2000-ലാണ്. കാരണം നമ്മുടെ കേരളത്തിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ വർഷം, ആ വർഷം തന്നെയാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാകാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായത്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. അന്ന് ഞാൻ എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ നമ്മുടെ ഇലക്ഷൻ വരുന്നതും. എൻ്റെ വീട് ഉൾപ്പെടുന്ന ആ മണ്ഡലം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാകുമ്പോൾ ജോലി ചെയ്തിരുന്നോ? ആ പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്തു ഉണ്ടായിരുന്നു. ഓ, അങ്ങനെ 91-ലാണ് എഞ്ചിനീയർ ബിരുദം കഴിയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യും, അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള പ്രവർത്തനവും ഒരുമിച്ച് നടത്തിയിട്ടാണ് മുന്നോട്ട് പോയത്. അല്ല, ഞാൻ ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഇത് വരുമ്പോൾ, ഇവർ രാഷ്ട്രീയ ജീവിതം വരുമ്പോൾ ഒരു പുതുമയായി തോന്നുന്നില്ലായിരിക്കും? ഇല്ല, അത് പുതുമായിട്ട് തോന്നുന്നില്ല. മാത്രമല്ല, നമ്മൾ ഈ സർവീസ് ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാനൊരു സർവീസ് സംഘടനയിൽ അംഗമാവുകയും അതിൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹിയാകും പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് അത് വേറെ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ ജീവിതം എന്ന് പറഞ്ഞാൽ അതിനൊരു പുതുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി തുടങ്ങി മുതൽ ഇന്ന് വരെ, ഇപ്പോൾ ഇരിക്കുന്ന ഈ നിമിഷം വരെ നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. അതിന് പല മേഖലകളാണെന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ പ്രവർത്തനം അതൊരു പുതുമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാളുപരി നിങ്ങളിപ്പോൾ പാലക്കാടാണ് ഇപ്പോൾ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. നിങ്ങൾ ജന്മം തൃശ്ശൂരാണ്. അതെ. കർമ്മ സത്യത്തിൽ സ്വാഭാവികമായിട്ടും പാലക്കാട് ജീവിതം. അതെ. അപ്പോൾ പാലക്കാട് നിങ്ങളുടെ ഒഫീഷ്യലായിട്ടുള്ള ജീവിതം ആണ് 10-15-20 വർഷത്തോളം. അതും നിങ്ങൾക്ക് പാലക്കാടത്തെ ധാരാളം ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ധാരാളം രാഷ്ട്രീയക്കാരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് പാലക്കാടിൻ്റെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഒരു? അല്ല, ഞാൻ തങ്കപ്പെട്ടതിൽ നമ്മളെന്താ വെച്ചാൽ, ഞാൻ ജോലി ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മുതലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞാൻ ജോലി ചെയ്ത് തുടങ്ങുന്നത് വയനാട് ജില്ലയിലാണെങ്കിലും പിന്നീട് ഞാൻ കോഴിക്കോട് ജില്ലയിൽ കുറച്ച് വർഷം വർക്ക് ചെയ്തു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ പാലക്കാട് ജില്ലയിൽ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് ഒറ്റപ്പാലം തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് മുതൽ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് ഒരു 6-10 വർഷത്തോളം ജോലി ചെയ്യും. അതിനുശേഷം ജില്ലാ പഞ്ചായത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് 5 വർഷവും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് 2 വർഷം ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ അതുകൊണ്ട് പാലക്കാട് നമുക്കറിയില്ല, തദ്ദേശ സ്വയംഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് മുതലുള്ള മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെയുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനം എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. മറ്റ് നിർമ്മാണ പ്രവർത്തനം, ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധം എല്ലാ ഒരു പഞ്ചായത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ എഞ്ചിനീയർമാരാണ് മുഖ്യ പങ്ക് വഹിക്കുന്നത്. അതിലൊരു മുഖ്യ റോള് വഹിക്കാൻ എനിക്ക് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാൻ എനിക്ക് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 15-16 വർഷത്തോളം ഞാൻ പാലക്കാട് ജില്ലയിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് പിന്നെ പാലക്കാടിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ട കാര്യമില്ല. കാരണം നമ്മളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എനിക്കും ആ പാലക്കാടിൻ്റെ ആ ഭൂപ്രകൃതിയും അട്ടപ്പാടി പോലെയുള്ള പ്രദേശങ്ങളും എല്ലാം എനിക്ക് സുപരിചിതമാണ്. എല്ലാ ബ്ലോക്കുകളും എല്ലാ ഗ്രാമപഞ്ചായത്തുകളും എനിക്ക് സുപരിചിതമാണ്. അത് മാത്രമല്ല, എനിക്ക് നിങ്ങൾ തോന്നുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ കൂടുതൽ ബന്ധം കിട്ടാനുള്ളൊരു കാര്യം, ജില്ലാ പഞ്ചായത്തിൽ നിങ്ങൾ ഒഫീഷ്യലായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഏകദേശം എല്ലാ പഞ്ചായത്തത്തെ
ആളുകളും അവിടെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? അതെ അതെ അത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവാം പ്രവർത്തനത്തിന് തോന്നുന്നു. അതായത് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി DPC അറിയാലോ. അപ്പോൾ DPCയുടെ ചെയർമാൻ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും കൺവീനർ കളക്ടറുമാണ്. അപ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എന്ന രീതിയിലും ജില്ലാ പഞ്ചായത്തിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന രീതിയിലും വളരെയധികം ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഗ്രാമപഞ്ചായത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണാധികാരികളായിട്ടാണെങ്കിലും പിന്നെ ഉദ്യോഗസ്ഥന്മാരായിട്ടും വളരെ ബന്ധം സ്ഥാപിക്കുവാൻ ആ കഴിഞ്ഞ കാലങ്ങളിൽ 10, 15, 16 വർഷത്തോളം എനിക്കത് കഴിഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമുക്കറിയാലോ പാലക്കാട് എന്ന ജില്ല ഇപ്പോൾ നമ്മുടെ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വളരെയധികം വളർച്ച വന്നൊരു ജില്ലയാണ്. നമുക്കറിയാം, അതായത് 2014 പാർലമെൻറ്റ് ഇലക്ഷൻ നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു ഇലക്ഷനാണ്. അത് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലമാണെങ്കിലും പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലമാണെങ്കിലും പാലക്കാട് ജില്ലയിലെ 2 പാർലമെൻറ്റ് മണ്ഡലം നമുക്ക് വളരെ നല്ല രീതിയിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലം 1,00,000-ൽ പരം വോട്ടുകൾക്കാണ് രമ്യ ഹരിദാസ് വിജയിച്ചത്. 1,60,000 അതെ, അത്രയാണ് ജയിച്ചത്. അവർ തന്നെ പാലക്കാട് പാർലമെൻറ്റ് VK ശ്രീകണ്ഠൻ MP ജയിച്ചതും അന്ന് 11,000-12,000 വോട്ടാണെങ്കിലും വളരെ നല്ലൊരു വിജയമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ പാലക്കാട് ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രസക്തി എന്താണ് ഇപ്പം എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ. പാലക്കാട് സത്യത്തിൽ ഒരു കാലഘട്ടത്തിൽ CPM-ൻ്റെ കോട്ടയാണ്. ചുവന്ന കോട്ട എന്ന് പറഞ്ഞാൽ കണ്ണൂരും പാലക്കാടാണ്. ആ ചുവന്ന കോട്ട മാറി, അതാണ് സത്യം. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, 14-ലെ ലോക്സഭ തിരഞ്ഞെടുപ്പ്. ഈ 14-ലെ ലോക്സഭ തിരഞ്ഞെടുപ്പ് ഞാൻ അന്ന് DC പ്രസിഡൻ്റൊന്നും അല്ല. പക്ഷേ ഞാൻ ആലത്തൂർ അസംബ്ലിയുടെ ചെയർമാനായിരുന്നു ഇലക്ഷൻ്റെ. എന്ന് വെച്ചാൽ ആ പാലക്കാട് ജില്ലയിലെ 4 അസംബ്ലിയിൽ ഏറ്റവും ടഫാണ് ആലത്തൂർ. അതിൽ ചെയർമാനായിരുന്നപ്പോൾ എനിക്കുള്ള അനുഭവം നോക്കുമ്പോൾ ഇത്ര ചുവന്ന കോട്ടയിൽ ധാരാളം ആളുകൾ മാറ്റി ചിന്തിച്ചതിൻ്റെ തെളിവ് ആ റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നു ലോക്സഭ തെരഞ്ഞെടുപ്പിൽ. എന്ന് വെച്ചാൽ ഈ 4 അസംബ്ലിയിലും എല്ലാ പഞ്ചായത്തിലും ലീഡ് 4,000, 5,000 വരെ CPM ലീഡ് ചെയ്യുന്ന ചില പഞ്ചായത്തുണ്ട്, കിഴക്കൻ അങ്ങനെയുള്ളൂ. അവിടെ തിരിച്ച് 5,000 വോട്ട് ലീഡ്. അതിൻ്റെ അർത്ഥം ഇന്നലെ വരെ വിശ്വസിച്ച ആ പാർട്ടിയിൽ നിന്ന് അവരുടെ തിന്മയ്ക്കെതിരെ മാറ്റി ചിന്തിച്ചിട്ടുള്ള സഖാക്കളുടെ ഒരു പ്രതിഫലനമാണ് ആ റിസൾട്ട് വന്നത്. അങ്ങനെയാണ് ചരിത്രത്തിൽ 1.5 ലക്ഷം വോട്ടിലേറെ 160 സംതിങ് ആയിട്ട് ലോക്സഭാ മെമ്പറായിട്ടുള്ള രമ്യ ഹരിദാസ് ജയിക്കുന്നത്. അപ്പോൾ ആ മാറ്റം മാറി. ഇപ്പോൾ അതിനുശേഷം അവർ തോറ്റെങ്കിൽ പോലും ചെറിയൊരു വോട്ടിനെ തോറ്റത്. ഞാനൊരു കാര്യം ഇപ്പോൾ പറയാം. ഈ പാലക്കാട് ജില്ല ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാം, ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇപ്പം 4 അസംബ്ലി UDF മുന്നിട്ടാണ്. പിന്നെ അതിൽ സാധ്യത പറയുന്ന നിയോജകമണ്ഡലത്തിൽ ഒന്നാമത് നിൽക്കുന്നത് തരൂർ നിയോജകമണ്ഡലമാണ്. ഈ തരൂർ നിയോജകമണ്ഡലത്തിൽ നമ്മുടെ VD സതീശൻ്റെ യാത്ര വരുമ്പോഴും നവയുഗ യാത്ര വരുമ്പോഴും ആവേശമാണ്. ഉച്ചയ്ക്ക് 2 മണിക്കുള്ള അവിടെ ജനങ്ങൾ പങ്കാളിത്തം നോക്കുമ്പോൾ ഒന്ന്. പിന്നെ അവിടെ നല്ല സംഘടനയായിട്ട് നല്ല മെച്ചപ്പെട്ട വടക്കഞ്ചേരി പുതുക്കോടൊക്കെ പഞ്ചായത്ത് തിരിച്ചു വന്നു ഒന്ന്. പിന്നെ നെമ്മാറ, ചിറ്റൂർ പ്ലസ് കോങ്ങാട് വേണ്ടി വന്നാൽ ഒറ്റപ്പാലം വരെ എന്ന് വെച്ചാൽ 4, 4, 5, 9 വരെ ജയിക്കാം. നല്ല അനുകൂലമായിട്ടുള്ള ഒരു കാര്യം പറയാം, അന്തരീക്ഷം നല്ലതാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജയം UDF അനുകൂലമായി 8, 9 വരെ വരും. ആ കണ്ടീഷൻ ഇന്ന് പാലക്കാടുണ്ട്. അതിൽ പ്രത്യേകം എടുത്തു പറയുന്നതാണ് ഞാൻ ഈ പറയുന്ന തരൂർ, നെമ്മാറ, ചിറ്റൂർ, ഒറ്റപ്പാലം, കോങ്ങടക്ക. മറ്റ് 4 നിയമമണ്ഡലം പാലക്കാട്, മണ്ണാക്കാട്, പട്ടാമ്പി, തൃത്താല ഇപ്പോൾ ലീഡാണ്. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ 2 പ്രാവശ്യമാണ് കേരളത്തിൽ തന്നെ UDF മുന്നോട്ട് വന്നിട്ടുള്ളൂ. അതിൽ പാലക്കാട് മെച്ചപ്പെട്ടൊരു വിജയം വന്നിട്ടുണ്ട്. അതിൽ എത്ര വോട്ട് കിട്ടുന്നോ അതിൽ നിന്ന് വെച്ചിട്ടൊരു 10-20% വോട്ട് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കയറി വരും. സാധാരണ ജനങ്ങൾ UDF അനുകൂലമായി വോട്ട് ചെയ്യും. ആ കണ്ടീഷൻ വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 8-9 വരെ ജയിക്കാം. പിന്നെ രാഷ്ട്രീയ അന്തരീക്ഷം, ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഗവൺമെൻറ്റിനെതിരെ നല്ല ജനവികാരമുണ്ട്. അതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ച്. അപ്പോൾ ഈ അസംബ്ലിയിലും മെച്ചപ്പെട്ട വിജയം ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അത് മാത്രമല്ല, ഇനിയിപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് പാലക്കാട് വളരെ വലിയ 78,000 വോട്ടിനാണ് VK ശ്രീകണ്ഠൻ ജയിച്ചത്.
പക്ഷേ ആലത്തൂർ ചെറിയൊരു വോട്ടിനാണ് തോറ്റത്. പക്ഷെ അതിനുശേഷം നമ്മുടെ നടന്ന നേരത്തെ തങ്കപ്പെട്ടൻ പറഞ്ഞ പോലെ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വളരെയധികം മാറ്റം നമുക്ക് പാലക്കാട് ജില്ലയിൽ വരാൻ പറ്റിയിട്ടുണ്ട്. കുറേയധികം പഞ്ചായത്ത് നമ്മൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തന്നെ ജില്ലാ പഞ്ചായത്ത് ഞാൻ പറയട്ടെ 1000 വോട്ടിനാണ് പല ജില്ലാ ഡിവിഷൻ പഞ്ചായത്ത് പോയിരിക്കുന്നത്. പോകുന്നത്. 4 ഡിവിഷൻ പോകുന്നത് 1000 വോട്ടിൻ്റെ ഉള്ളിൽ. പാലക്കാട് മുനിസിപ്പാലിറ്റി പോകുന്നത് ചുറ്റം 4 വോട്ട് 5 വോട്ട് വേണ്ടി നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ മെച്ചപ്പെട്ട അന്തരീക്ഷം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം പറയാം, തരൂർ ഞോപണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ 2 പഞ്ചായത്ത് ഒപ്പമാണ് 2. പിന്നെ ഗോപിനാഥ് പറയുന്ന അവിടെ നമ്മുടെ ഒരാൾ വിട്ടുപോയി, അദ്ദേഹം പോലും തോറ്റു. അപ്പോൾ അതിൻ്റെ ജനവികാരം എന്താണ്? 50 വർഷമായിട്ട് കോൺഗ്രസ് ടിക്കറ്റ് മത്സരിച്ച ഒരാൾ കോൺഗ്രസ് ടിക്കറ്റ് അല്ലാതെ മത്സരിച്ചപ്പോൾ തോറ്റുപോയി. ഞാൻ അത് എന്തായാലും പറയല്ല. പക്ഷെ അപ്പോൾ ജനങ്ങൾ UDF കോൺഗ്രസ് അനുകൂലമായിട്ട് ചിന്തിച്ചതിലാണ് ഏത് നേതാവാണെങ്കിലും ഞങ്ങൾക്ക് മാറിയ ജനങ്ങൾ തിരിച്ചു ചെയ്യും എന്നുള്ള തെളിവുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം പരിഹരിക്കണമെന്ന് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് കാര്യമായിട്ട് ഇടപെടലുണ്ടായി എനിക്ക് തോന്നുന്നില്ല. അതുകൂടി UDF അനുകൂലമായി വിധി വരാൻ സാധ്യതയുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അല്ല, അപ്പോൾ ഞാൻ നേരത്തെ തങ്കപ്പെട്ട് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാം, പാലക്കാട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ വലിയൊരു മുന്നേറ്റം വരുന്നൊരു ജില്ലയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ കൂടെ നിന്നിരുന്ന AV ഗോപിനാഥ് പോലെയുള്ള മുൻ DCC പ്രസിഡൻറ്റ്, അതുപോലെ നമ്മുടെ P സൈരിൻ, ഇവരുടെയൊക്കെ പിന്മാറ്റം അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിലേക്ക് പോകുന്നത്, അതിന് എങ്ങനെയാണ് ഇതിൻ്റെ നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനം DC പ്രസ്ഥാനം എന്ന രീതിയിൽ നോക്കിക്കാണുന്നത്? ഞാനൊരു കാര്യം പറയാം, ഞാൻ ആരും ഈ പാർട്ടി വിട്ടു പോകണമെന്ന് ആഗ്രഹമുള്ള ആളുകളല്ല. അവർ നിർബന്ധിതമായിട്ട് മാറിപ്പോയതാണ്. പക്ഷേ അതാണ് ജനങ്ങൾ കൊടുത്ത മറുപടി. എന്നുവെച്ചാൽ ഞാനാണെങ്കിൽ പോലും കോൺഗ്രസ് ഒരു പ്രസ്ഥാനമാണ് വലുതല്ലാതെ വ്യക്തിയല്ല എന്ന തെളിവാണ് മുൻ MLA, DC പ്രസിഡന്റ്, അങ്ങനെ എല്ലാം ആയിരുന്ന ഒരു നമ്മളൊക്കെ വല്ല ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിരുന്നു. അദ്ദേഹം തോറ്റു. ജനങ്ങൾ അദ്ദേഹം വാർഡ് ഓർക്കണം, മൊത്തമായിട്ട് വരുന്ന പൊളിറ്റിക്കലാണ്. ഒരു പഞ്ചായത്ത് മാറുന്ന പൊളിറ്റിക്കലാണ്, അസംബ്ലി മാറുന്നത് രാഷ്ട്രീയമാണ്. മനസ്സിലാണ്ട, ഒരു വ്യക്തി തോൽക്കുന്നത് അവർ വ്യക്തിഅധിഷ്ഠ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് എതിർപ്പ് എത്ര വന്നു, അവർ മാറുമ്പോൾ ഉണ്ടാവുന്ന സീറ്റ് കിട്ടാതെ മാറിയാണ്. അത് ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ടൊന്നും പാർട്ടിക്ക് ബാധിച്ചില്ല എന്നുള്ള തെളിവാണ് ആ ബൈ ഇലക്ഷൻ വരുന്ന പാലക്കാടിലെ മെച്ചപ്പെട്ട വിജയം. ലോക്കൽ ബോഡിയിൽ ഈ മാറിയ ആളുടെ പഞ്ചായത്ത് വരെ നെക്ക് ടു നെക്ക്. അതോടൊപ്പം തന്നെ കോട്ടായി പഞ്ചായത്ത് ഒപ്പമാണ് CPM കോൺഗ്രസും. ഇവിടെ ടോസിലാണ് വൈസ് പ്രസിഡന്റ് കോൺഗ്രസ്, പ്രസിഡന്റ് അവിടെ. അപ്പോൾ അവിടെ മോശമായിട്ടുള്ള എവിടെയും വന്നിട്ടില്ല, അവിടെ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാം, എന്തുകൊണ്ട് പാലക്കാട് കർഷക ജില്ലയാണ്. ഞാൻ അവിടെയാണ് ഏറ്റവും വളരെ ശ്രദ്ധിക്കുന്നത്. കാർഷിക അഭിവൃദ്ധി കൂടുതൽ ചെയ്യുന്ന ജില്ലയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, കർഷക സമരം കൊടുമ്പിരി കൊണ്ടുവിട്ട പാലക്കാട് ജില്ല. അതിന് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസിനേക്കാളും CPM ആയിരുന്നു കൊടുക്കുന്നത്. എന്തുകൊണ്ട് 10 വർഷം ഈ ഗവൺമെൻറ് ഭരിച്ചിട്ട് ഈ കർഷകരെക്കുറിച്ച് ഇന്ന് വരെ ഒരു സഹായം ചെയ്തില്ലെന്ന് മാത്രമല്ല, അവർക്ക് ഉപദ്രവമാണ്. ഇന്നത്തെ അവസ്ഥ ധാരാളം പറയാനുണ്ട്. അല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിലേക്ക് കർഷകരെ പ്രശ്നത്തിൽ പറഞ്ഞിട്ട് മുമ്പ് ഇപ്പോൾ സന്ദീപ് വാര്യർ പോലെയുള്ള BJP നേതാക്കൾ ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? ഇപ്പോൾ AV ഗോപിനാഥ് സരിൻ അങ്ങോട്ട് കോൺഗ്രസ് വിട്ട് പോയെങ്കിലും സന്ദീപ് വാര്യർ പോലെയുള്ള കുറേ നേതാക്കൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ കടന്നു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് DC പ്രസിഡന്റ് എന്ന രീതിയിൽ എങ്ങനെയാണ് അത് നോക്കി കാണുന്നത്? അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമ്മുടെ PK ശശി, അറിയാലോ, ഒരു മിനിറ്റ്, മണ്ണാർക്കാട് വളരെയധികം സ്വാധീനമുള്ള KTDC ചെയർമാനായിരുന്ന വർഷങ്ങളായിട്ട് SFIയിലൂടെ കടന്നു വന്ന PK ശശിയെ പോലെയുള്ള CPM നേതാവ് ഇപ്പോൾ ആ പാർട്ടി വിട്ടിട്ട് സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് എത്രത്തോളം നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സഹായിക്കുമെന്നാണ് DC പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് ഒന്ന് ചോദിക്കാനുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ അഭിപ്രായങ്ങൾ ഏറ്റവും കൂടുതൽ ഓപ്പണായി പറയുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. ഒരാളും മറിച്ച് സ്വാതന്ത്ര്യമുള്ള ആ പാർട്ടിയാണ്. ഇവിടെ വരലും പോകും സ്വാഭാവികമാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇതുപോലെ അടർന്നു പോകുക എന്ന് പറയുന്നത് ഗുരുതരമായ പ്രതിസന്ധി ആ പാർട്ടിയിലുണ്ട് എന്നാണ് തെളിവാണ്. അപ്പോൾ അതുപോലെ തന്നെ BJPയിൽ സന്ദീപ് വാര്യർ അത് വിട്ടിട്ട് ഇങ്ങോട്ട് വരാൻ താല്പര്യം കാണിച്ചത് ഇവിടുത്തെ സുഗമമായ പ്രവർത്തനം ഉണ്ട് എന്നിട്ടാണല്ലോ. അതുപോലെ തന്നെ PK ശശി പറയുന്ന ഒരു വ്യക്തി ആ പാർട്ടി മാറി ചിന്തിക്കുന്നു. അതോടൊപ്പം ഞാനൊരു ലോക്കൽ ബോഡി ഇലക്ഷനിൽ 3-4 പഞ്ചായത്തിൽ മുൻ CPM പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി, അവർ കോൺഗ്രസുമായി ചേർന്നിട്ട് മുന്നണി മത്സരിക്കുക ചെയ്തത്. അപ്പോൾ ഇന്ന് വരെ ചരിത്രത്തില്ലാത്ത CPM മാറി ചിന്തിക്കുന്ന പ്രവർത്തകർ നേതാക്കന്മാരും ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. അത് ആ പാർട്ടി അതൃപ്തരുടെ എണ്ണം കൂടിയിരിക്കുന്നു എന്നുള്ള തെളിവാണ് ഇതിൽ വരും. പിന്നൊന്ന്, ഇങ്ങോട്ട് വരണമെന്നില്ല, അവർക്ക് വേറെ പാർട്ടിയിൽ പോകാം. പക്ഷേ ഈ പാർട്ടിയുടെ അന്തരീക്ഷം നല്ലത് കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് നമുക്ക് 100%, ഞാൻ പറഞ്ഞു, ഒരാൾ ഈ പാർട്ടി വരുന്നത് ഗുണമാണ്. ഞാൻ ഇന്ന് വരെ ഈ പാർട്ടി വിട്ടുപോയവർ പോലും ഇങ്ങോട്ട് കൊണ്ടുവന്ന ആളാണ് ഞാൻ. അവർ പല തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും, ഇങ്ങോട്ട് ഞാൻ വരട്ടെ എന്ന് ചിന്തിച്ചാൽ
ഞാൻ അംഗീകരിച്ച ആളാണ്. അങ്ങനെ ധാരാളം ഇപ്പോഴും ഉണ്ട്. ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളുടെ അണികളൊക്കെ ഇവിടെ വന്ന് വരട്ടെ, ഞാൻ ആലോചിക്കുക വന്നോട്ടെ എന്ന് ചിന്തിക്കുന്ന കൂട്ടം അതൊക്കെ മുതൽക്കൂട്ട് തന്നെയാണ്. അല്ല, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ഒരു അപജയം എന്ന് ഉദ്ദേശിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഒരു ഒരു സംശയം ചോദിക്കുകയാണ്, ഈ തുടർഭരണമാണോ ഈ സി പി എമ്മിൻ്റെ ഇങ്ങനെ ഒരു അപജയത്തിന് കാരണമായിട്ട് തോന്നുന്നത്? എന്താണ് ഞാൻ പ്രസിഡന്റ്? അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. ഒരു 5 വർഷം ഭരിച്ചു, പിന്നെ വീണ്ടും ചരിത്രത്തിൽ ആദ്യമായിട്ട് തുടർന്ന് വരികയാണ്. ഇപ്പോൾ ഭരിക്കുന്നവർക്കുണ്ടായിട്ടുള്ള സമതയോ അന്ന് അവർക്കുണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള, അന്ന് സത്യത്തിൽ ഫസ്റ്റ് ഗവൺമെൻറ് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ കൊറോണയും അതുപോലെ അതിൽ കിറ്റും അങ്ങനെ വാഗ്ദാനങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അത് നടപ്പിലാക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് അന്തരീക്ഷം അവർക്ക് അനുകൂലമായി വന്നു, തിരുവത്തോട് വന്നു. 100% തുടർ വന്നപ്പോൾ ഭരണകർത്താക്കൾക്ക് അഹങ്കാരം കൂടി, പിന്നെ അവരുടെ അഴിമതിയുടെ കൂമ്പാരമായി, എല്ലാറ്റും പ്രശ്നങ്ങൾ. ഇതെന്ത് വന്നാലും പ്രശ്നമല്ല എന്നൊന്ന്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്തൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു, കർഷക ജില്ലയാണ്. അപ്പോൾ ഞാൻ പിന്നെ അത് മുഴുവൻ മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം ഇപ്പോഴൊക്കെ കൊയ്ത്തിൻ്റെ സമയമാണ്. ഇതിന് മുമ്പ് ഈ 10 വർഷം എല്ലാ കാലഘട്ടങ്ങളിലും ഓരോ കുട്ടനാട് കൊയ്ത്തിൻ്റെ സമയം അറിയാം, പാലക്കാട് കൊയ്ത്തിൻ്റെ സമയം അറിയാം. ഈ സമയം ഈ നെൽകർഷകർ കൊയ്ത് കഴിയുമ്പോൾ ആ നെല്ല് കൊണ്ടുവരാൻ സിവിൽ സപ്ലൈസാണ് നേരത്തെ ഏർപ്പെടുത്തി. ഇതൊക്കെ ഗവൺമെൻറ് അറിയേണ്ടതാണ്. ഇന്ന സമയത്ത് ഇന്നവിടെ കൊയ്യും, അതാണല്ലോ അവർ അന്തരീക്ഷം അറിയണ്ടേ. അപ്പോൾ ആ സമയത്ത് എല്ലാം റെഡിയാണ്. എന്ന് വെച്ചാൽ നെല്ല് കൊണ്ടുവരാൻ, പൈസ കൊടുക്കാൻ, അവരുടെ ബുദ്ധിമുട്ടിക്കാതെ എല്ലാം ചെയ്യേണ്ട ഗവൺമെൻറ്. ഒരു വർഷം തെറ്റിക്കാം, 2 വർഷം തെറ്റിക്കാം, ഇതല്ല 10 വർഷം തെറ്റിച്ചത് മാത്രമല്ല, 8 രൂപ 80 പൈസ വരെ 1 കിലോ നെല്ലിന് ഇൻസെൻറ്റീവ് കൊടുത്തിരുന്നു കേരളത്തിൽ. അത് പോയിട്ട് ഇപ്പോൾ എത്രയാണെന്നറിയോ? 4 രൂപയിലേക്ക് പോയി, 6 രൂപ സംതിങ്ങിലേക്ക്, 6 രൂപ 30 പൈസയ്ക്ക് പോയി. ഇത്രയിലേക്ക് പോകണമെങ്കിൽ ഇവർ കമ്മിയാക്കിയതല്ലേ. ഇപ്പോൾ ഇതിനകത്ത് അതിനേക്കാളൊരു പ്രതിസന്ധി ഉണ്ട്. ഭയങ്കര നെൽകർഷകർ ഭയത്തിലാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ് ഈ 6.30 ഒഴിവാക്കാൻ പറഞ്ഞു, കേരള ഗവൺമെൻറ് ഇൻസെൻറ്റീവ് ഒഴിവാക്കാൻ പറഞ്ഞു. അത് അല്ലാതെ തന്നെ 8.30 പോയിട്ട് 8.80 പോയിട്ട് ഇവിടെ കൊണ്ടെത്തിച്ചു, 6.30 അപ്പോൾ അത് കമ്മിയാക്കി, പിന്നെ ഇതും കമ്മിയാക്കി കഴിയുമ്പോൾ അപ്പോൾ കേരള ഗവൺമെൻറ് പങ്ക് ഉണ്ട്, നിലവിൽ ഉള്ളതിന് കമ്മിയാക്കി. ഇപ്പോൾ തരുന്നതിന് കൂടി കമ്മിയാക്കി കേന്ദ്ര ഗവൺമെൻറ് കൂടി ആക്ഷൻ കൊടുത്താൽ ഈ നെൽകൃഷി അധോഗതിയിലേക്ക്. അല്ല, ഇപ്പോൾ 1 കിലോന് കിട്ടും 30 രൂപയാണ്. അപ്പോൾ അതിന് 6 രൂപ 30 ഇവിടെ വർദ്ധിച്ച കൂലിയുണ്ട്, അതുപോലെ ട്രാക്ടർ കൂലിയുണ്ട്, രാസവസ്തുക്കൾ ഇതിന് നമ്മുടെ വസ്തുക്കൾക്ക് വളങ്ങൾക്കുള്ള വില കൂടിയിട്ടുണ്ട്, അതുപോലെ എല്ലാറ്റിനും വില കൂടിയിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ നെൽകർഷകർ കഴിയാൻ ബുദ്ധിമുട്ട്. അവർ തന്നെ നെല്ല് കൊടുത്തിട്ട് പൈസ കിട്ടാതെ ആത്മഹത്യ ചെയ്ത കൃഷിക്കാരുള്ള ജില്ലയാണ് പാലക്കാട് ജില്ല. ധാരാളം നെൽകർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാകെ തന്നെ ഈ ഗവൺമെൻറ് തുടർന്ന് 10 വർഷവും ശ്രദ്ധിക്കാതിരുന്നതിൻ്റെ ഒരു അതൃപ്തി വളരാണ്. നമ്മളറിയാലോ, 1 വർഷം ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷം കവർ ചെയ്യും, അത് പോരായ്മ നികത്തും. പക്ഷേ ഇവർ അത് ചെയ്തിട്ടില്ല. അത് പ്രതിഫലനം പാലക്കാട് കാർഷിക ജില്ലയായതുകൊണ്ട് 100% അതുണ്ടാവും. അത് പ്രത്യേകിച്ചും ഇത് ഈ അവസാന ഘട്ടത്തിൽ നന്നായിട്ടുണ്ടാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷം 10 to 20% വോട്ട് കൂടും പറയാൻ കാരണം ഈ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രതിഫലിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, അപ്പോൾ അതിന് ഒരു പരിഹാരം. പക്ഷേ എനിക്ക് തോന്നുന്നു തങ്കപ്പെട്ട ഓർമ്മയുണ്ടല്ലോ, UDFൻ്റെ കാലഘട്ടത്തിലൊക്കെ വളരെ സമയബന്ധിതമായിട്ടൊക്കെ നെല്ല് സംഭരണം സപ്ലൈകളോട് ഏറ്റെടുക്കുകയും സമയബന്ധിതമായിട്ട് തന്നെ കർഷകർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അത് ഉറപ്പല്ലേ? ഇപ്പോൾ ഇവരുടെ ഭരണത്തിൽ വന്നതിന് ശേഷമാണ്, ഇടതുപക്ഷ ഭരണത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നത്. ഇപ്പോൾ സർക്കാർ തന്നെ അന്ന് പിൻവാങ്ങുകയാണ്. സപ്ലൈക്ക് പോലും റോളില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനം വന്നിരിക്കുന്നത്. അത് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലൂടെ ചെയ്യാനാണ് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയാം. അതിനേക്കാൾ വളരെ ഗുരുതരമായൊരു സംഭവം ഉണ്ടായി. ഞാനൊരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. എന്നെ വെറും പ്രസിഡൻ്റൊന്നുമല്ല, 1.something ആണ്, 1.2 ഉള്ള എൻ്റെ ബാങ്കിൽ ഓവർ ഡ്യൂ. അങ്ങനെ കേരളത്തിലെ അപൂർവം ബാങ്കുകളിലൊന്നാണ്. അപ്പോൾ ഓവർ ഡ്യൂ കമ്മിയായിട്ടുള്ളത് ശരാശരി 1.5 കോടി വരെ ലാഭമുള്ളൊരു ബാങ്കാണ്. ആ ബാങ്ക് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ബാങ്കുകൾ നേരത്തെ ജില്ലാ കോപ്പറേറ്റീവ് ബാങ്കായിരുന്നു, ഇപ്പോൾ കേരള ബാങ്ക് വന്നു. ഈ ബാങ്കുകളിൽ വരുന്ന ഡിപ്പോസിറ്റ് മൊബൈലേഷൻ നടത്തി ഈ പൈസ മുഴുവൻ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് കേരള ബാങ്കിൽ ചെയ്യണമെന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? നമ്മൾ 8% ഇൻട്രസ്റ്റ് കൊടുത്ത് സ്വരൂപിച്ച് 7 രൂപയിലേറെ, ചില 1.5% കമ്മിയാക്കിയിട്ടാണ് കേരള ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഡിപ്പോസിറ്റ് സ്വീകരിച്ചതിൻ്റെ 1.5% നഷ്ടത്തിലാണ് കേരള ബാങ്ക് ഇടുന്നത്.
ആ കോപ്പറേറ്റീവ് ബാങ്കിനെ പാലക്കാട് ജില്ലയിൽ മാത്രം MP രാജേഷ് മന്ത്രി ഉൾപ്പെടെ MLA മാരെല്ലാം ഉൾപ്പെടെ ഓൺലൈൻ മീറ്റിംഗ് നടത്തിയിട്ട് നെല്ലിന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. ഓർക്കണം, ഈ നെൽകൃഷി കോപ്പറേറ്റീവ് ബാങ്കുകൾ കിട്ടുന്നത് 1.5% പലിശ നഷ്ടത്തിൽ ഡിപ്പോസിറ്റ് ചെയ്ത പൈസനെ തിരിച്ചു വീണ്ടും ലോണായി തന്ന് 8.5% ലോണായി എടുത്തിട്ട് ഞങ്ങൾ പൈസ കൊടുക്കണമെന്ന്. അതിന് വ്യക്തതയില്ല. എപ്പോൾ കൊടുക്കണമെന്ന് പറയുന്നില്ല, എത്ര കാലം കടം വേണമെന്ന് പറയുന്നില്ല, എത്ര ഇൻട്രസ്റ്റ് വേണമെന്ന് തരുമെന്ന് പറയുന്നില്ല, അല്ല കാലതാമസം വന്ന എന്താ പരിഹാരം എന്ന് പറയുന്നില്ല. അതിന് ഓർഡറില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് പൈസ ഇല്ലാതെ ഈ കോപ്പറേറ്റീവ് സെക്ടറിനെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നമുക്കറിയാലോ, നമ്മൾ കൃഷിക്കാരെ കൊടുക്കാൻ താല്പര്യമുള്ളവരാ, കൊടുക്കും. പക്ഷെ ഒരു ഓർഡർ ഇല്ലാണ്ട് കൊടുക്കാൻ പറ്റില്ല, വ്യക്തത ഇല്ലാണ്ട് കൊടുക്കാൻ പാടില്ല. അതുപോലെ ഡിപ്പോസിറ്റേഴ്സ് പലരും ഇങ്ങനെ പോകുമ്പോൾ ഭയത്തിലാണ് അവരുടെ പൈസ പോകുമെന്ന് പഠിച്ചിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഈ കൃഷിക്കാരോട് കാണിച്ച പാലക്കാട് ജില്ലയിൽ മാത്രം, അത് പാലക്കാട് ജില്ല കുട്ടനാട് സിവിൽ സപ്ലൈസ് പൈസ കൊടുക്കുന്നത് ഇപ്പോൾ അത് കാരണം പാലക്കാട് നെൽകർഷകർക്ക് പൈസ കൊടുക്കാനുള്ള കാര്യത്തിൽ പ്രതിസന്ധിയിലാണ്. ഇതെല്ലാം കൃഷിക്കാർ കാണുകയാണ്. അവർക്ക് അറിയാലോ, എന്ന് വന്നാൽ അവർക്ക് കൊടുക്കാൻ പൈസയില്ല കൃഷിക്കാർക്ക് കൊടുക്കാൻ. മറ്റു കാര്യത്തിൽ ധൂർത്തിന് ധാരാളം പൈസയുണ്ട്, ധൂർത്ത് ധാരാളം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെല്ലാം പൈസയുണ്ട്. ഇതെല്ലാം പാലക്കാടത്തെ കർഷകർ കാണുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അവരത് പ്രതികരിക്കേണ്ടത് പ്രതികരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രമ്യ ഹരിദാസിൻ്റെ ലോകസഭ തെരഞ്ഞെടുപ്പ് പ്രതികരിച്ചത്. CPM അപ്പർ ഹാൻഡ് ഏരിയ ഒറ്റടിക്ക് 1.5 ലക്ഷം വോട്ട് അട്ടിമറി വരികയാണ്. ഇന്ന് വരെ UDF ലീഡ് ചെയ്യാത്ത എല്ലാ പഞ്ചായത്തിലും ലീഡ് വരുന്നു. അപ്പോൾ മൗനമായിട്ടുള്ള ഈ ഗവൺമെൻറ് പ്രതികാരം ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കും എന്ന് വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ കർഷകർ, തൊഴിലാളികൾ, സാധാരണ ഓട്ടോറിക്ഷക്കാർ, അതുപോലെ വ്യാപാരികൾ ഇവരെല്ലാം അസ്വസ്ഥരാണ്. അത് ഉണ്ടായ തുടർന്നൊരു ഭരണം വന്നതോ അതിൽ സത്യം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഇതിൽ അസ്വസ്ഥർ UDFൻ്റെ അണികളല്ല, LDF അണികളാണ് അസ്വസ്ഥർ. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും മാറി ചിന്തിക്കുന്ന ആർക്കും അറിയില്ല. അവർ മാറി വോട്ട് ചെയ്തിട്ട് മരിച്ചതിന് ശേഷം അറിയുള്ളൂ ഇതിങ്ങനെ ചത്തുപോയി എന്ന് അറിയുമ്പോൾ മരിച്ചു പോയി എന്ന് അറിയുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ വരുന്ന അസംബ്ലിയിൽ മെച്ചപ്പെട്ട വിജയം പാലക്കാട് ജില്ലയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തങ്ങോട്ട് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ 12 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ 2 സംവരണ മണ്ഡലമാണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ വരുന്നത്. ഒന്ന് തരൂരും ഒന്ന് കോങ്ങാടും. ഈ തരൂരിൻ്റെ പ്രത്യേകത ഞാൻ വിളിച്ച് ചോദിക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞല്ലോ, തരൂർ ഉൾപ്പെടെയുള്ള ഒരു ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ തരൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, നേരത്തെ അത് കുഴൽമന്നം മണ്ഡലമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 10 വർഷമായിട്ട് ഇപ്പോൾ തരൂർ മണ്ഡലത്തിൻ്റെ പേരിലാണ് എടുക്കുന്നത്. അല്ല, 15ാമത്തെ വർഷമാണ് ഇപ്പോൾ, 15 വർഷമായി. 2011 അത് ഫോം ചെയ്യുന്നത്. ഈ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ MLA ആയിട്ടും മന്ത്രിയായിരുന്ന ആൾ AK ബാലനാണ്, അറിയാമല്ലോ. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി മെമ്പറും കൂടിയാണ് CPMൻ്റെ, വളരെ വലിയൊരു നേതാവാണ്. പക്ഷേ ഈ തരൂർ മണ്ഡലത്തിൽ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയും നെൽകർഷകരുണ്ട്. എല്ലാം സാധാരണ തൊഴിലാളികളും കർഷക തൊഴിലാളികളും സാധാരണക്കാരുമാണ് അവിടെ കൂടുതലുള്ളത്, ഇടത്തരക്കാരും. പക്ഷേ ആ മണ്ഡലത്തിന് ഒരു AK ബാലനെ പോലെയുള്ള ഒരു മഹത് വ്യക്തി, ഒരു ഉന്നതനായിട്ടുള്ള വ്യക്തി അവിടെ ആ മണ്ഡലം പ്രതിനിധാനം ചെയ്തിട്ട് പോലും ആ മണ്ഡലത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം, ഒരു വികസനം വന്നിട്ടുണ്ടോ എന്നാണ് എനിക്ക് DCC പ്രസിഡന്റ് എന്ന രീതിയിൽ തങ്കപ്പെട്ടിട്ടുണ്ട്. ഇല്ല. അവിടെ ഉണ്ടായത് ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം, MLA അല്ല മന്ത്രി പ്രതിദാനം ചെയ്തു. 2 പ്രാവശ്യം മന്ത്രി വെച്ച്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരു ആളാണ്. AK ബാലൻ നമ്മുടെ പേഴ്സണൽ സുഹൃത്താണ്. പക്ഷേ അവിടെ അദ്ദേഹം വന്നപ്പോൾ ധാരാളം ഉദ്ദേശിക്കുന്ന പോലെ വികസനം അവിടെ വന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വന്നൊരു അബദ്ധമാണോ അല്ല എന്ത് സംഭവിച്ചെന്നറിയില്ല. ഈ നെൽകൃഷികർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയത് അവിടെ ഒരു മില്ല് കൊണ്ടുവരാൻ തീരുമാനിച്ചു. ആ മില്ലിൽ ഇയാൾക്ക് പങ്കുണ്ടോ അവിടെ നേതാക്കന്മാർക്ക് പങ്കുണ്ടെന്നില്ല. ഹെൽപ്പാം അതിലുണ്ടായിട്ടുള്ള സ്ഥലമെടുപ്പതിൽ അഴിമതി വന്നു. ആ കണ്ണമ്പറം മില്ലിൽ അതിന് നേതൃത്വം കൊടുത്തൊരു സുരേന്ദ്രൻ പറയുന്ന ഒരു കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറിയും അവരുടെ ഒരു നേതാവുമായിരുന്നു. അവനെ പാർട്ടിയും സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു, സംഘടനയും സസ്പെൻഡ് ചെയ്തിരുന്നു, സർവീസ് സസ്പെൻഡ് ചെയ്തു. അവനാണ് നേതൃത്വം കൊടുത്തത്. അതുമാത്രമല്ല, നമ്മൾ ഉൾപ്പെടെയുള്ള ധാരാളം ബാങ്കുകളിൽ നിന്ന് 1 കോടി 2 കോടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും അനാഥയായിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന അഴിമതി വന്നത്. കൃഷിക്കാരുടെ പേരിൽ ഇങ്ങനെ ഒരു മില്ല് തുടങ്ങുന്നു പറഞ്ഞു, അവസാനം നടന്നില്ല. വ്യവസായ പാർക്കുന്നുണ്ട്, പ്രഖ്യാപനം മാത്രമായി ഒരു കുന്തോടെ നടന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് സത്യത്തിൽ ദീർഘനേരം മന്ത്രിയായിരുന്ന ആൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അതിനുശേഷം വന്ന MLA ഒന്നും ചെയ്യാൻ കഴിയില്ല, നമുക്കറിയാലോ. ഈ തുടർന്ന് അവർ തന്നെയാണ് ആദ്യത്തെ 5 വർഷം ഇദ്ദേഹം മന്ത്രിയായിരുന്നു, പിറ്റത്തെ വർഷം ഗവൺമെൻറ്റുള്ള MLA ആയിരുന്നു. 2 പേർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ്. ഈ വികസനം പറയുന്നത് കൊണ്ടുവരുന്നതിൽ എപ്പോഴും
LDF പുറകിലാണ്. അവരിങ്ങനെ വാഗ്ദാനം മാത്രം കൊടുക്കുക എന്നല്ലാതെ നടപ്പിലാക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ കമ്മിയാണ്. അതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഒരാൾ മന്ത്രിയാണ്, UDFൻ്റെ ഒരു മന്ത്രിയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, പിന്നിൽ നിന്നിട്ട് എല്ലാം ചെയ്തു. MLA ആണെങ്കിൽ പോലും പിന്നിൽ നിന്ന് ചെയ്യിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഇവരെപ്പോഴും അതിൻ്റെതായിട്ടുള്ള തടസ്സങ്ങളും അത് പറഞ്ഞൊരു ആളുകളെ മോഹിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നല്ല, വാഗ്ദാനം മാത്രം കൊടുക്കുക, നടപ്പിലാക്കാതെ പോകുക. അതാണ്. ഇല്ലെങ്കിൽ പലതും ചെയ്യാൻ പറ്റുന്ന ആളാണ്, മോശക്കാരനൊന്നുമല്ല. പക്ഷെ ചെയ്തില്ല, അവിടെ വന്നിട്ടില്ല. ചെറിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അതല്ലാതെ വേറെ വന്നിട്ടില്ല.